2026 തലസ്ഥാനത്ത് BJP പൊളിക്കും. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഫലസൂചനകളിൽ BJPയുടെ വലിയ വിജയമാണ് ഒളിഞ്ഞിരിക്കുന്നത്. തലസ്ഥാന കോർപ്പറേഷനിൽ വോട്ടുകൾ ഏറ്റവും അധികം നേടിയത് CPM ആണ് എന്ന് CPM അവകാശപ്പെടുന്നുണ്ട്. ഒരു അവകാശത്തിന് വേണ്ടി നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഒരു 4000-ഓ 5000-ഓ വോട്ടിന്റെ വ്യത്യാസം BJPയും CPM തമ്മിൽ ഉണ്ടാകാം. പക്ഷേ ഏറ്റവും അധികം വാർഡുകൾ വിജയിച്ചത് BJP ആണ്. മാത്രവുമല്ല, വട്ടിയൂർക്കാവിലും നേമത്തും BJP ഏറ്റവും അധികം വോട്ട് നേടി. കഴക്കൂട്ടത്ത് 2ാം സ്ഥാനം വന്നു. ഇനി മനസ്സിലാക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സ്വഭാവമല്ല. ഇനി നിയമസഭയിലേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, പാർട്ടിയെ, തങ്ങളെ ഭരിക്കാനിരിക്കുന്ന സർക്കാരിനെ ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ലോക്സഭയിലേക്കും അതിന് സമാനമായ വോട്ടിംഗ് തന്നെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരം ഒന്നാകെ BJPക്ക് ഒപ്പം നിന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളൊക്കെ തന്നെ വികസനത്തിന് വേണ്ടി, നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്തു. കോസ്റ്റൽ ബെൽറ്റിൽ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, വർഗീയത പറഞ്ഞ് കുറെ വോട്ടുകൾ കുത്തിത്തിരിച്ചില്ലായിരുന്നുവെങ്കിൽ തലസ്ഥാനത്ത് താമര വിരിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അധികം താമസിക്കാതെ തലസ്ഥാനത്ത് ലോക്സഭാ സീറ്റിൽ താമര വിരിയുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് 2026 നിയമസഭാ സീറ്റിൽ തിരുവനന്തപുരത്ത് BJP പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 3 സീറ്റാണ്. ഇത് വെറും വാക്ക് പറയുന്നതല്ല. തലസ്ഥാന കോർപ്പറേഷൻ BJP പിടിക്കുമെന്ന് പലതവണ പറഞ്ഞപ്പോൾ എന്റെ വാർത്തകൾക്ക് താഴെ വന്ന് നിരവധി കമന്റുകൾ ഇട്ട ആളുകളുണ്ട്. ഇത് പണം വാങ്ങി നൽകിയ വാർത്തയാണോ, ഇത് പണം വാങ്ങി പറയുന്നതാണോ, എത്ര കിട്ടി ഈ പറയുന്നതിനെന്ന്. പക്ഷേ കൃത്യമായി ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞുകൊണ്ട്, ആളുകളുമായി സംസാരിച്ചുകൊണ്ട്, കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തിയ 10, 18, 19 വർഷങ്ങളായി നടത്തിയ മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളുമായി സംസാരിച്ചാണ് അത്തരമൊരു കൺക്ലൂഷനിലേക്ക് ഞാൻ എന്റെ വാർത്തയെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഏതൊക്കെ വാർഡുകളിൽ കൃത്യമായി ഇത്തവണ അട്ടിമറി നടക്കുമെന്ന് വരെ കഴിഞ്ഞ വാർത്തകളിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ പറയുന്നു, തിരുവനന്തപുരത്ത് BJPക്ക് 3 സീറ്റ് ഉറപ്പായും വിജയിക്കാം. ആ 3 സീറ്റുകൾ, ഒന്ന് നേമം. നിലവിലെ സാഹചര്യത്തിൽ നേമം BJP വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേമത്തെ ജനത ഒന്നടങ്കം BJPക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് 5 മാസങ്ങൾക്ക് മുൻപേ സ്വന്തം സ്ഥാനാർത്ഥിത്വം പോലും രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു. കേവലം രാജീവ് ചന്ദ്രശേഖർ സ്വന്തം നിലയ്ക്ക് അത് പ്രഖ്യാപിച്ചതാണെന്ന് കരുതുന്നവർ വെറും മണ്ടന്മാരാണ് എന്ന് ഞാൻ പറയും. അത് കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അറിവോടുകൂടി നടത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു. 2ാമത്തെ സീറ്റ് കഴക്കൂട്ടത്ത് BJPയുടെ മുൻ കേന്ദ്രമന്ത്രി, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ വിജയിക്കും. 3ാമത് വിജയിക്കാൻ സാധ്യതയല്ല, വിജയിക്കേണ്ട സീറ്റ് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ ചില സമവാക്യങ്ങൾ മാറിമറിഞ്ഞാൽ BJPയുടെ വിജയം സുനിശ്ചിതമാകും. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം, ആ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് ഒരു 35,000 മുതൽ 40,000 വരെ വോട്ടുണ്ട്. ആ 35,000 മുതൽ 40,000 വരെ വോട്ട് ഒരു അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ന്യൂനപക്ഷ ക്രൈസ്തവ വോട്ടുകൾ ഒരു വലിയ ശതമാനം BJPയിലേക്ക് ആകർഷിക്കുകയും ചെയ്താൽ, അതുമാത്രവുമല്ല കോസ്റ്റൽ ഏരിയയിൽ നിർമ്മല സീതാരാമനെ പോലെയുള്ള ആ കോസ്റ്റൽ ഏരിയയെ കൂടുതൽ അടുപ്പിക്കാൻ കഴിവുള്ള നേതാക്കളുടെ സാന്നിധ്യം കൂടി ഉണ്ടായാൽ ചിലപ്പോൾ തിരുവനന്തപുരം സീറ്റും മറിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. ഈ വാർത്ത കാണുമ്പോൾ ചിലപ്പോൾ ചില കൊങ്ങികളും കമ്മികളും ഒക്കെ അതിന്റെ താഴെ വന്ന് തെറി വിളിക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ പറയുന്നത് ഫാക്റ്റ് ആണ്, നമ്മൾ പറയുന്നത് കണക്കുകൾ വെച്ചാണ് പറയുന്നത്. ഇനി ഞാൻ കാട്ടാക്കടയെ കുറച്ച് കാണുന്നില്ല. കൃത്യമായി BJPക്ക് 40,000 പ്ലസ് വോട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. അവിടെ ഒരു 10,000 വോട്ടോ 11,000 വോട്ടോ അധികമായി സമാഹരിക്കാൻ കഴിഞ്ഞാൽ കാട്ടാക്കടയും BJPയിലേക്ക് മറിയാൻ സാധ്യതയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. തിരുവനന്തപുരം ജില്ല 2026 തെരഞ്ഞെടുപ്പിൽ BJPയുടെ തുറുപ്പു ചീട്ടാകും. തലസ്ഥാന നഗരത്ത് ഒരു താമരയായിരിക്കില്ല, ഒരു കൂട്ടം താമരകൾ വിരിയുമെന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാം.